പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഈ വീഡിയോ ഒരിക്കലും തട്ടിമാറ്റി പോകരുത്. എന്ന് പറയാൻ കാരണം, നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടവർ നിങ്ങൾ തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടം വളരെ മലീമസമാണ്. മയക്കുമരുന്ന് മാഫിയകൾ നാല് ഭാഗവും നിങ്ങളെ വലയിലാക്കാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരു മാതാപിതാക്കൾക്കോ ഒരു ഗുരുനാഥന്മാർക്കോ ഒരു പരിധിവരെ കഴിയുകയുള്ളൂ. അതിനേക്കാൾ ഉപരി നിങ്ങളാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടവർ. മയക്കുമരുന്നുകളുടെയും മറ്റ് മാഫിയകളുടെയും വലയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളാണ് നിങ്ങളെ സൂക്ഷ്മതയോടെ നിങ്ങളുടെ ഭാവി മുന്നോട്ട് നീക്കേണ്ടത്. നമുക്കറിയാം, ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ വാർത്തകളൊക്കെ വളരെ മോശമായ വാർത്തകളാണ്. ഒരിക്കലും കുട്ടികളുടെ ഭാഗങ്ങളിൽ നിന്ന് വരാൻ പാടില്ലാത്ത അനുഭവങ്ങളാണ് സമൂഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന സഹപാഠിയെ നിങ്ങളുടെ സ്വന്തം സഹോദരനായി കാണാനും ആ സഹപാഠിക്ക് നിങ്ങളെപ്പോലെ തന്നെ ഒരു മാതാവുണ്ട്, ഒരു പിതാവുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, കൂട്ടുകുടുംബങ്ങളുണ്ട്. ആ കുട്ടിയെ നഷ്ടമാകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടമാകും പോലെ തന്നെ ആ കുടുംബത്തിന് വേദനകളുണ്ട്, വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, താങ്ങാൻ പറ്റാത്ത ഒരുപാട് വേദനകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളേതായി കണ്ട്, നിങ്ങളുടെ സഹോദരനായി കണ്ട്, നിങ്ങളുടെ അനിയനായി കണ്ട്, നിങ്ങളുടെ ജ്യേഷ്ഠനായി കണ്ട്, നിങ്ങളുടെ പാഠശാലയിൽ, പള്ളിക്കൂടങ്ങളിൽ നിങ്ങളുടെ സുഹൃത്ത് വലയം മാത്രമായിക്കൊണ്ട് ആ സുഹൃത്ത് വലയം എല്ലാ മാഫിയകളെയും, മയക്കുമരുന്ന് മാഫിയകളെയും എല്ലാം തട്ടിമാറ്റാൻ, കരുത്തുള്ളതാക്കാൻ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കൈകളിലാണ്. ഒരു രക്ഷിതാവ് ഒരു കുട്ടിയെ വളർത്തുന്നത് എത്രയധികം ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ്. അതിൽ നിന്ന് വ്യതിചലിച്ചു പോവാതെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഗുരുക്കന്മാർക്ക് അവർ ആഗ്രഹിച്ച എന്താണോ അത് നൽകാൻ നിങ്ങൾക്ക് കഴിയണം. ഒരു പിതാവെന്ന നിലക്ക് കുട്ടികളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉണരുക. നിങ്ങൾ സമൂഹത്തിലെ അരുതായ്മകൾക്കെതിരെ ശബ്ദിക്കാൻ തയ്യാറാവുക. അല്ലാതെ നിങ്ങൾ സ്വയം അരുതായ്മകൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ പള്ളിക്കൂടങ്ങൾ, നിങ്ങൾ പഠിക്കുന്ന പാഠശാലകൾ നിങ്ങളുടെ നന്മയാൽ ഭംഗിയുള്ളതാവട്ടെ. നിങ്ങളുടെ തിന്മയാൽ ഒരിക്കലും അത് മോശപ്പെട്ടതാവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു.